ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു മട്ടൻ പെപ്പർ റോസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മട്ടൻ പെപ്പർ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ 1/2 കിലോ മട്ടൻ ഒരു കുക്കറിലിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 സവാളയും 3 പച്ചമുളകും കൊത്തി അരിഞ്ഞതാണിത്. അപ്പോൾ ഇതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയൊന്നും നമുക്ക് വഴറ്റേണ്ടതില്ല, എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വലുതാണെങ്കിൽ 1 തക്കാളി മതിയാകും. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ്. ഇനി ഞാൻ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പെപ്പറാണ് ചേർക്കുന്നത്. ഒരു 1.5 സ്പൂൺ പെപ്പറാണ് ഞാൻ ഇടുന്നത്. 1/2 സ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം. ഇപ്പോൾ ഞാൻ 1 സ്പൂൺ പെപ്പറാണ് ആദ്യം ഇട്ടിരുന്നത്. ഇനി ഒരു 1/2 സ്പൂൺ കൂടി പെപ്പർ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ പച്ചമുളകും മുളക് പൊടിയും ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ കുരുമുളക് പൊടി ഇടുമ്പോൾ നിങ്ങൾ എരിവ് അനുസരിച്ച് ഇടാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയും മട്ടനെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് അത് ചേർക്കുന്നത്. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. നമ്മുടെ ഈ സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വന്നോളും. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിൽ 3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരുന്നത്. പക്ഷേ മട്ടനിലെ നെയ്യെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മട്ടൻ പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. റോസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.